കൃഷ്ണൻ പറയുന്നത് ചാതുർവർണ്ണം മഹാസൃഷ്ടം എന്നുള്ള ഒരു വാചകമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് റിലീജിയസ് തിയറി എന്നുള്ളതാണ്, മതപരമായ സിദ്ധാന്തം. അപ്പോൾ മതപരമായ സിദ്ധാന്തം അവകാശപ്പെടുന്നത് വർണ്ണം സൃഷ്ടിക്കപ്പെട്ടത് ബ്രഹ്മാവ് മുഖേനയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് വിവിധ വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിവിധ വർണ്ണങ്ങൾ രൂപം കൊണ്ടത്. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് ക്ഷത്രിയരും, തുടയിൽ നിന്നും വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി എന്നുള്ളതാണ്. ഇക്കാര്യം ഋഗ്വേദത്തിലും മനുസ്മൃതിയിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മതപരമായ സിദ്ധാന്തം എങ്ങനെയാണ് 4 വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നു. ഇപ്പോൾ ബ്രാഹ്മണർ പുരോഹിത വർണ്ണവും ക്ഷത്രിയർ യോദ്ധാക്കളുമാണ്. വൈശ്യര് സാധാരണക്കാരും വ്യാപാരികളും കൃഷിക്കാരുമാണ്. ശൂദ്രര് ആദ്യത്തെ 3 വർണ്ണത്തിൻ്റെയും ഗാർഹിക ജോലികൾ നിർവഹിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാതുർവർണ്ണം മയാസൃഷ്ടം എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നതും ഈ ഒരു മതപരമായ സിദ്ധാന്തത്തിന് ശക്തി പകരുന്നുണ്ട് എന്ന് പറയാം. ഐരാവതി കാർവയെ പോലുള്ള സാമൂഹിക ശാസ്ത്രകാരന്മാർ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും ഹിന്ദുക്കളുടെ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കുകയുണ്ടായി. അവർ പറയുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥ അഥവാ 4 വർണ്ണങ്ങളോടുകൂടിയ സാമൂഹിക വ്യവസ്ഥ ഭരണവർഗത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. തുടക്കത്തിൽ 3 വർണ്ണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ പദവി അഥവാ സ്ഥാനക്കാർക്കും അവരുടേതായ പവിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ആ ആചാരാനുഷ്ഠാനങ്ങൾ ജനനം മുതൽ മരണം വരെ പാലിക്കപ്പെടേണ്ടതുമായിരുന്നു. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഐരാവതി കാർവെ പങ്കുവെക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് രാഷ്ട്രീയ സിദ്ധാന്തം അഥവാ പൊളിറ്റിക്കൽ തിയറി എന്നുള്ളതാണ്. ഇപ്പോൾ ജാതിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച രാഷ്ട്രീയ സിദ്ധാന്തം, ഈ സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം സൃഷ്ടിച്ചത് ബ്രാഹ്മണരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രാഹ്മണർക്ക് സമൂഹത്തിനു മേൽ പൂർണ്ണ നിയന്ത്രണം ലഭിക്കേണ്ടത് ഒരാവശ്യമായിരുന്നു. ഇപ്പോൾ സമൂഹത്തെ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യത്താലാണ് ഇന്ത്യയിൽ ജാതി സമ്പ്രദായം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി. GS ഖുറേ അഭിപ്രായപ്പെടുന്നത് ജാതി ഒരു ബ്രാഹ്മണിക്കൽ ശിശുവാണ് എന്നാണ്. അതായത് ഒരു ബ്രാഹ്മണിക്കൽ സങ്കല്പത്തിന്റെ ഉപോൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഇൻഡോ ആര്യൻ സംസ്കാരത്തിന്റെ സന്തതിയാണ് ജാതി സമ്പ്രദായം എന്നാണ്. ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തിനെതിരായി ധാരാളം വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ബ്രാഹ്മണർ രാഷ്ട്രീയ പദവികളൊന്നും വഹിച്ചിരുന്നില്ല. ഭരണവർഗം ഇന്ത്യൻ സമൂഹത്തിലെ ക്ഷത്രിയരായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് ഇത്തരത്തിലൊരു പ്രത്യേകമായ രാഷ്ട്രീയ അധികാരം നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്ന് അഭിപ്രായവും വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി നമ്മൾ പ്രധാനമായും ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലൂയിസ് ഡുമോണ്ടിൻ്റെ ജാതിയെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. ലൂയിസ് ഡുമോണ്ടിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ജാതി സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂയിസ് ഡുമോണ്ട് ഒരു ഫ്രഞ്ച് നരവംശാസ്ത്രകാരനായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇൻഡോളജിസ്റ്റും സമൂഹശാസ്ത്രകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ഹോമോ ഹൈറാർക്കിക്കസ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സമൂഹശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ ഒരു പ്രധാനപ്പെട്ട സംഭാവന തന്നെയാണ് ഈ കൃതി. അദ്ദേഹം ഇന്ത്യയിലെ ജാതി സമ്പ്രദായം, ബന്ധുത്വം, ഹിന്ദുമതം, അതുപോലെ തന്നെ സംസ്കൃത ഭാഷ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി പഠനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് സമൂഹശാസ്ത്രപരമായ വിശകലനം നടത്തുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഹോമോ ഹൈറാർക്കിക്കസ് എന്ന കൃതി 2 പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പങ്ങളാണ്. ഇപ്പോൾ ജാതിഘടനയുടെയും ജാതീയമായ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെയും സംഘാടകത്വം അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശുദ്ധി അശുദ്ധി എന്നീ സങ്കല്പങ്ങളാണ് എന്ന അഭിപ്രായമാണ് ലൂയിസ് ഡുമോണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠന വീക്ഷണം അറിയപ്പെടുന്നത് ആട്രിബ്യൂഷണൽ അപ്രോച്ച് എന്നാണ്. അദ്ദേഹം ഊന്നൽ നൽകുന്നത് ജാതിയുടെ വിവിധ ഘടകങ്ങളിലാണ്. അദ്ദേഹം ഇന്ത്യൻ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക 2 പ്രധാനപ്പെട്ട വസ്തുതകളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തനിക്ക് മുമ്പ് ഇന്ത്യൻ ജാതി സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സൈദ്ധാന്തികരുടെ ആശയങ്ങളെ ഒരു ആരംഭ ബിന്ദുവായി സ്വീകരിച്ചു, അതിനെ വിപുലീകരിക്കാനായിട്ട് പ്രയത്നിച്ചു എന്നുള്ളതാണ്. 2, ഈ സിദ്ധാന്തത്തെ എല്ലാ വസ്തുതകളെയും നിരാകരിക്കാനും
നിരീക്ഷിച്ച് വിവിധ വസ്തുതകളെ മനസ്സിലാക്കുന്നതിനും അഭിമുഖീകരിക്കാനുമുള്ള ഒരു മാർഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പം നിലവിലുള്ള ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള മുൻകാല പഠനങ്ങളെ അദ്ദേഹം ഒരു അടിത്തറയായി കരുതുകയും അതിനെ വിപുലീകരിക്കാനും തെറ്റായ ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാനുമുള്ള ഒരു പരിശ്രമമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിൽ ഏർപ്പെട്ടത്. ഇപ്പോൾ സെലിസ്റ്റിൻ ബോഗിൾ ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഇവിടെ ഒരു പ്രധാന ഘടകമായി സ്വീകരിച്ചത്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ജാതിയുടെ അന്തഃസത്ത 3 പ്രവണതകളുമായി ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1 റിപ്പൾഷൻ, 2 ഹെയറാർക്കി, 3 ഹെറിഡിറ്ററി അഥവാ സ്പെഷ്യലൈസേഷൻ. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളതാണ്. ബഹിഷ്കരണം, ശ്രേണീകരണം, പാരമ്പര്യമായ അല്ലെങ്കിൽ പരമ്പരാഗതമായ പ്രത്യേകവൽക്കരണം. ഈ 3 ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടത് ആണെന്നുള്ളതാണ്. ഇംഗ്ലീഷ് നരവംശാസ്ത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രകാരന്മാരും ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പഠനത്തിനുള്ള ഒരു പ്രചോദനമായി തീർന്ന ഒരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഹോമോ ഹെയറാർക്കിക്കസ് ആണ്. അപ്പോൾ ഈ ഹോമോ ഹെയറാർക്കിക്കസിൽ ലൂയിസ് ഡിമോണ്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ കേന്ദ്രബിന്ദുവും വിശകലനത്തിൻ്റെ കേന്ദ്രബിന്ദുവും ക്രമബന്ധിതമായ ഒറ്റപ്പെടലിൽ നിന്നും ഒരു ജാതിയെ മറ്റൊരു ജാതിയിൽ നിന്നും വേർതിരിക്കുന്നതിൽ നിന്നും മാറി ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് ശ്രേണീകരണത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അപ്പോൾ കേവലം ജാതിയെക്കുറിച്ച് പഠിക്കുന്നത് എന്നതിനുപരിയായി ഇന്ത്യയിലെ പ്രത്യേകമായ സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ച് പഠിക്കുക എന്ന ഒരു ആശയത്തിലേക്ക് ഡിമോണ്ട് മാറി. ഡിമോണ്ടിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ജാതികൾ ഇന്ത്യൻ സമൂഹത്തെ അനേകം പരമ്പരാഗതമായ സംഘങ്ങളായി വിഭജിച്ചു എന്നുള്ളതാണ്. ജാതിയുടെ ശ്രേണീകരണത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയിലെ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ പ്രാധാന്യം വളരെയധികം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സാമൂഹ്യശാസ്ത്രകാരനാണ് ഡിമോണ്ട്. ജാതി സമ്പ്രദായത്തിൽ ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമായിട്ടാണ് അദ്ദേഹം ഈ ശ്രേണീകരണത്തെ വിലയിരുത്തുന്നത്. അപ്പോൾ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ ആണ് ഹിന്ദുമതം പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അത്തരമൊരു ജാതി വ്യവസ്ഥയ്ക്ക് 3 സവിശേഷതകളാണ് ഉള്ളത്. 1 ജാതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിഭജനം, വിവാഹം, പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള സാമൂഹിക സമ്പർക്കങ്ങൾ. 2 തൊഴിലിൻ്റെയും തൊഴിൽ വിഭജനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പരസ്പര ആശ്രിതത്വവും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് ഉണ്ട്. ഓരോ ജാതി സംഘങ്ങൾക്കും അവരുടേതായ തൊഴിലുണ്ട്. ഒരു ജാതിയിലെ അംഗങ്ങൾക്ക് അവരുടെ പരമ്പരാഗതമായ തൊഴിൽ മാറ്റാനും കഴിയില്ല. 3ാമത്തെ കാര്യം, വിവിധ ജാതികളുടെ സാമൂഹിക പദവി അല്ലെങ്കിൽ ജാതി ശ്രേണിയിലെ സ്ഥാനം ഒരു ജാതി സംഘം മറ്റൊരു ജാതി സംഘത്തേക്കാൾ ഉന്നതമോ അധമമോ ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഡിമോണ്ട് പറയുന്നത് എപ്പോഴാണോ നമ്മൾ ജാതിയെക്കുറിച്ച് പറയുന്നത് അപ്പോഴെല്ലാം കുറഞ്ഞ അളവിലോ കൂടിയ അളവിലോ അത് തദ്ദേശീയമായ ഒരു സങ്കല്പമാണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അതൊരു തദ്ദേശീയമായ സങ്കല്പമാണെന്ന് പറയണം എന്ന കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ നാം സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ നമുക്ക് ചില നിഗമനങ്ങളെ അവതരിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുമെന്നും ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ജാതി സാമൂഹിക വർഗം എന്നത് അതിൻ്റെ നാമകരണത്തിലുള്ള സ്വഭാവമുള്ള ഒരു പ്രതിഭാസമാണ്. ഓരോ ജാതിക്കും ഒരു നാമമുണ്ടായിരിക്കും. എന്നാൽ ശ്രേണീകരണം സമൂഹത്തിൽ വളരെ സങ്കീർണമായി നിലനിൽക്കുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കാനേറെ ബുദ്ധിമുട്ടുമാണ്. നാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജാതി സാമൂഹിക വർഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് എളുപ്പമാണ്. എന്നാൽ ശ്രേണീകരണം കുറേ കൂടി സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുമാണ്. ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ വേർപ്പെടുത്തുന്നതും പരസ്പര ആശ്രിതത്വം ശക്തിപ്പെടുത്തുന്നതുമായ ഒട്ടേറെ ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഘടകങ്ങളെല്ലാം ഏറെക്കുറെ അവ്യക്തവുമാണ്. ഡിമോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജാതി ഒരു കൂട്ടം സാമ്പത്തിക രാഷ്ട്രീയ ബന്ധം പുലർത്തുന്ന ഒരു സംഘമാണ് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ചില ബന്ധുത്വ വ്യവസ്ഥകൾ ഉണ്ട്. ആ ബന്ധുത്വ വ്യവസ്ഥ ചില മൂല്യങ്ങൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കൂടുതലും മതപരമായ സ്വഭാവമുള്ളവയാണ്. ഇപ്പോൾ ജാതി വ്യവസ്ഥ ഒരു മതപരമായ സ്വഭാവമുള്ള
ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് എന്ന ആശയമാണ് ഡിമോണ്ടും മുന്നോട്ട് വെക്കുന്നത്. ടി.എൻ. മാൻഡനെ പോലെയുള്ള സാമൂഹ്യശാസ്ത്രകാരന്മാരും ഡിമോണ്ടിൻ്റെ ജാതിയെക്കുറിച്ചുള്ള വിവരണത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. സെലസ്റ്റൈൻ ബോഗിളിനെ പോലെയുള്ള സാമൂഹ്യശാസ്ത്രകാരന്മാർ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജാതിക്ക് വിപുലമായൊരു നിർവചനം നൽകുകയുണ്ടായി. ഇപ്പോൾ പരമ്പരാഗത ഇന്ത്യയിലെ ഒരു അടിസ്ഥാന തൊഴിൽ വിഭജന രൂപമാണ് ജാജ്മാനി സിസ്റ്റം എന്നത്. ഈ ജാജ്മാനി സിസ്റ്റത്തിനും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ളത് ഡിമോണ്ടിനെ പോലെയുള്ള സാമൂഹ്യശാസ്ത്രകാരന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വ്യവസ്ഥയിൽ നിന്നും 2 തരം ജാതികളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് സ്വന്തമായി വലിയ ഭൂസ്വത്തുള്ളവർ, മറ്റൊന്ന് യാതൊരുവിധ ഭൂമിയും സ്വന്തമായി ഇല്ലാത്തവരും. ഓരോ ഗ്രാമത്തിലും ഭൂമിയുടെ ഉടമസ്ഥത ഒരു പ്രത്യേക ജാതിക്കാർക്കായിരിക്കും. അതിൽ തന്നെ മേധാവിത്വ ജാതിക്കാർ വലിയ സാമ്പത്തിക അധികാരം അനുഭവിക്കുന്നവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായിരിക്കും. ഉൽപാദന ഉപാധികളുടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും ഇവർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പ്രാദേശികമായി വലിയ രാഷ്ട്രീയ അധികാരവും ഇവർ സ്വന്തമായി നേടിയെടുക്കുന്നു. എന്നാൽ ജാതിയും തൊഴിലും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ അവ്യക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഡിമോണ്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഡിമോണ്ടിൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകവൽക്കരണവും പരസ്പര ആശ്രയത്വമുള്ള ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ് ജാതി വ്യവസ്ഥ. അപ്പോൾ ഈ പ്രത്യേകവൽക്കരണം അഥവാ സ്പെഷ്യലൈസേഷനാണ് ഓരോ ജാതി സംഘങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്. എന്നാൽ ജാതി വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ളത് മുഴുവൻ സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് എന്ന ഒരു വിശ്വാസമാണ് ഡിമോണ്ടും വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ജാതി എന്നതൊരു പ്രത്യേക രൂപത്തിലുള്ള ശ്രേണീകരണം മാത്രമല്ല, പക്ഷേ അതൊരു പ്രത്യേകവൽക്കരണം സ്വഭാവമുള്ള അസമത്വം നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ ഈ അസമത്വമാണ് ജാതി വ്യവസ്ഥയുടെ കാതൽ. സാമൂഹിക ശ്രേണീകരണം അസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വമാണ് ജാതിയുടെയും അടിത്തറ. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയുടെ പ്രധാന തത്വം ഹെയറാർക്കി അഥവാ ശ്രേണിയായിരുന്നു. ഇത് തീർച്ചയായും മതവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ മതപരമായിരുന്നു എന്നതിനേക്കാളും രാഷ്ട്രീയമായ ശൈലി കൂടിയായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റല്ല. അപ്പോൾ ഈ ഒരു ശ്രേണീകരണം ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ മറ്റൊരു അടിസ്ഥാന തത്വം ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പമാണ്. അത് ഒരു ജാതിയെ മറ്റൊരു ജാതിയിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നു. എന്നിരുന്നാലും സാംസ്കാരിക ജീവിത വീതിയിൽ പരസ്പര ആശ്രയത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡിമോണ്ട് പറയുന്നത് ഇന്ത്യൻ ജാതി വ്യവസ്ഥ വ്യക്തിയധിഷ്ഠിതമല്ല, ഇത് ഊന്നൽ നൽകുന്നത് അതിൻ്റെ ആകെത്തുകയാണ്. അതായത് ജാതി കൂടുതലായും സാമൂഹികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജാതിയും ജാതി വ്യവസ്ഥയും സാമൂഹികമായ ഒരു സങ്കല്പമാണ്, അത് വ്യക്തിനിഷ്ഠമല്ല. അതൊരു സമൂഹത്തിൻ്റെ സാമൂഹിക ജീവിതവും സാമൂഹിക ജീവിതശൈലി, സാമൂഹിക മൂല്യങ്ങൾ, സാമൂഹികമായ വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹികമായ സങ്കല്പമാണ് എന്ന ആശയമാണ് ഡിമോണ്ട് പങ്കുവയ്ക്കുന്നത്. ഈ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്.